എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ സെപ്റ്റംബർ മാസ വിതരണം 1600 രൂപ ഈ മാസം 20-ന് ശേഷം വിതരണം ആരംഭിക്കും എന്നുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പെൻഷനിൽ ഒരു വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ബജറ്റിന് ശേഷമാണ് ഈ ഒരു വർധനവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ഷൻ വാഗ്ദാനമായി തന്നെ പറഞ്ഞിരുന്നത് 2500 രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും നമുക്ക് ഈ നിലവിലെ 1600 രൂപ തന്നെ ഇപ്പൊ കിട്ടിയിട്ടും 4 മാസം കുടിശ്ശികയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ 2500 രൂപയാക്കിൽ ഏതാണ്ടിലാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. അതുപോലെ തന്നെ ഒരു 100 രൂപയും കൂടെ വർദ്ധിപ്പിക്കുമായിരിക്കും. 1700 രൂപയായിരിക്കും ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇതുവരെയും നമുക്ക് 4 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് മുടങ്ങിയിരിക്കുന്നത്. 2024 4 മാസത്തെ. അപ്പോൾ ഡിസംബറിൽ 1 മാസത്തെ കൂടെ കൂടുതൽ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ മാസവും 1600 രൂപ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളവർ എത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. ഈ ഡേറ്റിന് ശേഷം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ അതാത് മാസത്തെ പെൻഷൻ മുടങ്ങും എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 300-600 രൂപയൊക്കെ മുടങ്ങുന്നു എന്നുള്ള സ്ഥിര കമന്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഞാൻ അന്നും പറഞ്ഞിരുന്നു DBT സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 300 രൂപ അല്ലെങ്കിൽ 600 രൂപ കേന്ദ്ര വിഹിതമാണ്. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ആധാർ അധിഷ്ഠിത വിതരണം എന്നുള്ളതാണ്. ആധാർ അധിഷ്ഠിത വിതരണം എന്നുള്ളത് DBT ആണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. നമ്മുടെ ആധാറിലേക്കാണ് കേന്ദ്രം പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കേന്ദ്രപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർ ആധാർ വഴിയാണ് ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തരുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് PFMS ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ആധാർ ട്രാൻസാക്ഷൻ വഴി മാത്രമേ ഈ ഒരു 300 രൂപ അല്ലെങ്കിൽ 600 രൂപ ലഭിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു DBT ആധാർ ലിങ്ക് ആയിരിക്കുന്ന ബാങ്കിലേക്ക് മാത്രമേ ആ ഒരു തുക നമുക്ക് എത്തുകയുള്ളൂ. അത് നമുക്ക് സിമ്പിളായിട്ട് ഏത് ബാങ്കാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആധാറിന്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി UIDAI എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന UIDAIയുടെ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് എന്നുള്ളത്. നമ്മുടെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്നതാണ് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ആ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആധാർ നമ്പർ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ആധാർ നമ്പർ, അതിന്റെ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച അവിടെ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഗെറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. ആ OTP സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആധാറിന്റെ വെബ്സൈറ്റ് നമ്മുടെ ആധാർ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഡീറ്റെയിൽസ് നമ്മുടെ ആധാർ ഡീറ്റെയിൽസുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അത് സ്ക്രോൾ ചെയ്ത് ആടെ വരുമ്പോൾ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കാണിച്ചിരിക്കുന്ന ബാങ്കാണ് നിങ്ങളുടെ ആധാർ DBT ട്രാൻസാക്ഷൻ വരുന്ന ബാങ്ക്. ആ ബാങ്ക് ഏതാണോ അതിലേക്ക് നിങ്ങളുടെ 300-600 രൂപ ഇതുവരെ ലഭിക്കാത്തവരുടെ ആ തുകകളെല്ലാം ആ ഒരു ബാങ്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് മറ്റ് വരുന്ന ബാങ്കിലേക്ക് ഈ ബാക്കി തുക വരാത്തത് DBT ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ്. ആധാർ അധിഷ്ഠിത വിതരണം എന്നുള്ളത് ആധാറിലേക്ക് മാത്രമേ കേന്ദ്രം ഇങ്ങനെയുള്ള തുകകളെല്ലാം വിതരണം ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ളതെന്നല്ല, കേന്ദ്രത്തിന്റെ എല്ലാ തുകകളും അതായത് ആധാർ നമ്പറിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യൂ, അക്കൗണ്ട് നമ്പറിലേക്ക് ചെയ്യില്ല. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ഏത് ബാങ്കാണോ അതിലേക്ക് മാത്രമേ ഈ ഒരു തുക പോവുകയുള്ളൂ. അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആ ബാങ്കിലേക്ക് നിങ്ങളുടെ തുക പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.